രക്ഷപ്പെടാമെന്ന് കരുതണ്ടടി. ഓടി ഇവിടെ. എന്റെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെടാമെന്ന് കരുതിയില്ലേ? വീട്ടിലടി. ഓടി ഇങ്ങോട്ടാ. അയ്യോ ഈശോയെ, ഞാൻ നിലത്ത് മെത്തയിടാൻ മറന്നു പോയല്ലോ. ഈ മനുഷ്യനെ കൊണ്ട് ഇന്നെന്താ വീഴാൻ ഇത്ര വൈകിയെന്ന് വിചാരിച്ചതല്ലോ. മനഃപൂർവ്വം അല്ലല്ലോ അനി, സ്വപ്നത്തിലല്ലേ. അല്ല, ആരായിരുന്നു അന്നത്തെ നായിക? ഇവളാണെന്ന് പറയാം, ഇല്ലേ പണി കിട്ടും. സത്യമായിട്ട് നീയായിരുന്നു? ഓ പിന്നെ, തൊട്ടടുത്ത് കിടന്നിട്ട് തിരിഞ്ഞു നോക്കാത്ത ആളാ. സ്വപ്നത്തിൽ കൊഞ്ചാൻ വരണം. ഒന്ന് ഓഫീസിൽ പോവാൻ നോക്ക് മനുഷ്യ. അമ്മേ എനിക്ക് പോവാൻ സമയമായി. അച്ഛൻ വീണ നോക്കി നിൽക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്ക്. അച്ഛൻ വീണടാ. ഇതെന്നും ഉള്ളതല്ലേ. I welcome all of you. ആദ്യ സിനിമ തന്നെ സൂപ്പർ ഹിറ്റ് ആക്കിയ ശ്രീ കാർത്തികേയൻ സംവിധാനം ചെയ്ത ഒരു മഴക്കാലവും കാത്ത് എന്ന സിനിമയുടെ പൂജാകർമ്മം നടത്താൻ വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. ഡിവൈൻ ഫിലിംസിന്റെ ബാനറിൽ ശ്രീ കനകരാജ് ആദ്യമായി നിർമ്മിക്കുന്ന ഈ സിനിമയിൽ തമിഴകത്തിന്റെ യുവനടൻ ജയശങ്കറാണ് നായകൻ. അടുത്തതായി രണ്ടു വാക്ക് സംസാരിക്കുവാനായി ഈ സിനിമയുടെ നിർമ്മാതാവായ ശ്രീ കനകരാജിനെ വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നമസ്കാരം. എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇതെൻ്റെ ആദ്യ സിനിമയാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഇന്നിവിടെ തുടക്കം കുറിച്ച ഈ സിനിമ. ഒരുപാട് സന്തോഷമുണ്ട്. ഈ സിനിമ മംഗളകരമായി പൂർത്തിയാക്കുവാൻ നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണവും പ്രാർത്ഥനയും എന്നോടൊപ്പം ഉണ്ടാവണം. ഈ ചടങ്ങിൽ പങ്കെടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത് എന്നൊക്കെ മഹാന്മാര് പറയും. എന്നാലേ നിങ്ങളുടെ ജാതി മതം നോക്കി സർട്ടിഫിക്കറ്റ് തരാനാ സർക്കാർ ഞങ്ങൾക്ക് ശമ്പളം തരുന്നത്. ഉദാഹരണത്തിന് നിങ്ങളുടെ ഇരട്ട പേരെന്താ? എല്ലാരും കാവർക്കി വിളിക്കുന്നത് കണ്ടാലും അങ്ങനെ തോന്നും. ഞാൻ ചോദിച്ചത് അതല്ല, നിങ്ങളുടെ അച്ഛന്റെ പേരെന്താ? ശിവശങ്കര പിള്ള. എന്നാര് പറഞ്ഞു? അമ്മ പറഞ്ഞു. അത് അമ്മയും മോനും കൂടെ വീട്ടിൽ ഇരുന്ന് പറഞ്ഞാൽ മതി. നിങ്ങളുടെ അച്ഛന്റെ പേര്, ജാതി, മതം ഇതൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം ഞങ്ങൾക്ക് മാത്രമുള്ളതാ. അതുകൊണ്ട് നേരാമണ്ണം ഞങ്ങളെ കണ്ട നേരത്തും കാലത്തും വീട്ടിൽ പോവാം. അതല്ലെങ്കിൽ അച്ഛന്റെ പേരും അയാളുടെ തണ്ട പേരും ഒക്കെ ഞങ്ങൾ മാറ്റും. പിന്നെ ഇവിടെ വന്നു പോകുന്നത് ഒരു പോക്ക് വരവായിട്ട് മാറും. ഇതെന്ത് 200 രൂപയോ? ഇത് പറ്റില്ല. സാധനങ്ങൾക്കൊക്കെ എന്ത് വിലയാണെന്നറിയോ? ഇപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെല്ലാം കൂടെ എനിക്ക് ഒറ്റയ്ക്ക് തിന്നാനാണ്. അല്ല, അപ്പുറത്തിരിക്കുന്ന ഓഫീസറെ കണ്ടോ? മൂപ്പര് ഭയങ്കര സീരിയസാ. ഒന്നും നേരിട്ട് മേടിക്കുകയില്ല, ഒക്കെ ഞാൻ മുഖേന. ഇങ്ങോട്ട് ഇവിടെ നിൽക്കുക, ഒക്കെ ഞാൻ റെഡി ആയിക്കൊണ്ടുവരാം.